എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്നൊരു ട്യൂണ കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ. സിമ്പിളാണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ട്യൂണ സാലഡ് റെഡിയാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു ട്യൂണ സാലഡാണ്. നമ്മുടെ ട്യൂണ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാനൊരു 3 കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിപ്പഴം, ഒരു സവോള, പിന്നെ ഒരു മുറി നാരങ്ങ. ഇത്രയാണ് നമ്മുടെ ഇച്ചിരി കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മുടെ ട്യൂണ സാലഡിന് വേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നല്ല എന്നാ പറയുന്നത്, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ട്യൂണ സാലഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ പകുതി ട്യൂണ എടുക്കുന്നു. പക്ഷേ ഇങ്ങനെ ഈ പച്ചയ്ക്ക് ട്യൂണ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കഴിക്കാനായിട്ട് പാടായതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കും. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ഞങ്ങൾ ട്യൂണ സാലഡ് വാങ്ങിച്ചു. അപ്പം നമ്മളിങ്ങനെ പച്ചയ്ക്ക് ഇതിനകത്തിട്ട് കഴിക്കുന്നതിനാൽ അവർ നമുക്കത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാണ് ഇട്ട് തന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നേ. ഞാനിതിൻ്റെ പകുതി, ഈ എല്ലാത്തിൻ്റെയും പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ, ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ. അപ്പം ഒരാൾക്ക് 2 ആൾക്കുള്ളത് മതി. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ട്യൂണ സാലഡ് സെറ്റ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ട്യൂണയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പോരും. അപ്പോൾ ഞാനിത് മേടിച്ചത് നമ്മുടെ ലുലുവിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്യൂണ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കരുത്. അതിനകത്ത് ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറന്നെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് അടച്ച് വെക്കാവേ. അപ്പം ഞാനിച്ചിരി സൺഫ്ലവർ ഓയിലാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കഴിച്ചപ്പോൾ അത് നല്ല വറുത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഇതുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുകയല്ലുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ടാണ് അതിനകത്തോട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങ് പൊട്ടിത്തെറിക്കില്ല. ഒത്തിരി വലിയ റേറ്റൊന്നുമില്ല, 160 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കും. ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇച്ചിരി വേണമെങ്കിൽ ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതെങ്ങനെ നമ്മുടെ ട്യൂണ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണേ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. നമ്മുടെ ട്യൂണ സാലഡ് ഉണ്ടാക്കിയാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിത് നമ്മുടെ 3 കളർ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കളർഫുള്ളായിട്ടിരിക്കട്ടെ നിർത്ത്. ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓരോ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ക്യൂബ്സായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. സവോള, ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു തക്കാളി, അതും നമ്മളിതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ. നമുക്കിതെല്ലാം കൂടി ഇളക്കി കൊടുക്കാം. നമ്മളെല്ലാവരും ഇളക്കിയിട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒത്തിരി ഉപ്പ് വേണ്ട. നമുക്ക് നമ്മുടെ ട്യൂണയ്ക്കൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് നമുക്കിതിന് ചേരാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, തീരെ പൊടിയല്ല, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുരുമുളക് പൊടി. ഒത്തിരി വേണ്ട, ശകലം ഒന്നിട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് ഉടഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു നാരങ്ങയുടെ നീര്. ഒരു സ്പൂൺ നാരങ്ങ നീര്. ഒരു നാരങ്ങ കുഞ്ഞായിരുന്നു, അതുകൊണ്ട് അത് പിഴിഞ്ഞിട്ട് ഒരു സ്പൂണേ കിട്ടിയുള്ളൂ. അപ്പം ഒരു നാരങ്ങയുടെ നീര്. നമുക്കിതിനകത്തോട്ട് വേണമെങ്കിൽ ഇച്ചിരി ഒലീവ് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ട്യൂണയാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ
പച്ചയ്ക്ക് വേണ്ടിയവർക്ക് പച്ചയ്ക്ക് ചേർക്കാം, നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വറുത്തത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മുന്നിലേക്ക് അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോഴും അവരിങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കി തന്നിരുന്നത്. ഇത് നമ്മുടെ അടിപൊളി നമ്മുടെ ട്യൂണ സാലഡ് റെഡി ആയിട്ടുണ്ട്. നോക്കട്ടെ, ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മൾ അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച പോലെ തന്നെയാണ്. നിസ്സാര ഇതല്ലേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു. നമ്മൾ അവിടുന്ന് കഴിച്ച പോലത്തെയാണോ? ടേസ്റ്റ് സെയിം തന്നെ അല്ലേ? അല്ല, ആ ട്യൂണ ഇച്ചിരി ഇതായിപ്പോയി. അപ്പോൾ അടിപൊളിയാ, സൂപ്പറാണ്.